ഡയാലിസിസ് രോഗികളുടെ മരണത്തിൽ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ. കായംകുളം സ്വദേശി മജീദ്, ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ആശുപത്രിയിൽ വേണ്ട പരിചരണം കിട്ടിയില്ല എന്നും സീനിയർ ഡോക്ടർമാർ പരിശോധിച്ചില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ബന്ധുക്കളുടെ പരാതി എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ നിന്ന് അണുബാധ ഉണ്ടായതിനെ തുടർന്നാണ് രാമചന്ദ്രൻ മരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. രാമചന്ദ്രൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ്. പാൻറ്റിൻ്റെ വെള്ളത്തിൽ അണുബാധ നിമിത്തം എൻ്റെ ഭർത്താവ് മരിച്ചത്. ഒരാൾ തന്നെയല്ല, ഒരാൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായ ഷിവറിങ്, ഛർദിലും വയറിളക്കവും എല്ലാം ഉണ്ട്. ഡയാലിസിസ് ചെയ്തപ്പം തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായോ? 1 മണിക്കൂർ ആയപ്പോഴത്തേക്കാണ് തുടങ്ങിയത്. എല്ലാവർക്കും അത്യാഹിത വിഭാഗത്തിൽ കാണിച്ച് ഒബ്സർവേഷനിൽ കിടത്തിയേക്കുമായിരുന്നു. അത്രയും നേരം ഒരു ഡോക്ടർ വന്ന് പരിശോധിക്കുവാട്ടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ വയ്യാഴി എന്ന് പറയുമ്പോൾ അവരവിടുന്ന് മരുന്ന്, സിസ്റ്ററിനെ കാണീര് മരുന്ന്, ഈ മരുന്ന് ഡോക്ടർ നമ്മുടെ രോഗിയുടെ അടുത്തോട്ട് വന്നിട്ടേ ഇല്ല. പഠിക്കുന്ന പിള്ളേരാ വരുന്ന രോഗികളെ നോക്കുന്നതും ഡോക്ടർ റൂമിനകത്ത് കയറിയിരുന്ന് അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുന്ന, അല്ലാതെ ഒരു ഡോക്ടർമാരും വന്ന് പരിശോധിച്ചിട്ടില്ല. ആ 2 പേര് അന്നേരം അവിടെ ആവശ്യ നിലയിൽ കിടന്നിട്ട് പോലും. അച്ഛൻ അധികം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചായിരുന്നു ഈ ട്രിപ്പൊക്കെ ഇടുന്നത്. നമ്മൾ അങ്ങോട്ട് എന്ന് പറഞ്ഞെങ്കിൽ അവരിങ്ങോട്ട് വന്ന് അത്യാവശ്യത്തിൽ നോക്കത്തുള്ളൂ. കുറേ ഡോക്ടർമാരുണ്ട്, ടേബിളിന് ചുറ്റും ഇരുന്ന് ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് രോഗികൾ വരുന്നതല്ലേ നോക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ വെക്കണ്ടേ. ഇതാണ് ഇത് പഠിക്കുന്ന PG ഡോക്ടർമാർ കുറേ പേര് ഇരിപ്പുണ്ട്. 5 മണി വരെ എൻ്റെ അച്ഛനെ അവിടെ ഇട്ടേക്ക് വരുന്നത്. എന്നാൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകത്തില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കൂടെ ചെന്ന് അവരോട് പറഞ്ഞപ്പോഴാണ് അവർ എന്നാൽ ശരി, എന്നാൽ വണ്ടാനത്തോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരോട് തന്നെ പറഞ്ഞെന്നാൽ ആംബുലൻസ് 108 വിളിച്ച് തരാമെന്ന്. അങ്ങനെ ആ 108 വിളിച്ച് വണ്ടാനത്ത് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഈ രോഗിയും കൊണ്ട് ഹരിപ്പാട്ട് കിടന്ന് വണ്ടാനത്ത് പോയി VSM. ഇപ്പം അത്രയും നേരമായിട്ട് ആ ഡയാലിസിസ് റൂമിൽ നിന്നാട്ട് ഒരു മനുഷ്യർ വിളിച്ച് എന്താന്ന് ചോദിച്ചിട്ടില്ല. ഹരിപ്പാട് ആശുപത്രിയിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ്. ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്ററിന് മുകളിലുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക്. അവിടുന്ന് തിരിച്ച് ഹരിപ്പാട് കഴിഞ്ഞ് അടുത്തുള്ള സ്ഥലമാണ് തട്ടാരമ്പലം. അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വീണ്ടും അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നു. അത്ര സമയമൊക്കെ ചികിത്സയുടെയൊക്കെ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്.